അപ്പം നേരെ മറിച്ച് വേറൊരു സ്ഥാനാർത്ഥിക്കും അതുപോലെ പൈസ ഇല്ല, അതുപോലെ പണം പിരിഞ്ഞു കിട്ടിയിട്ടില്ല, അത്രയും തുകയായിട്ടില്ല. കോമോയ്ക്ക് ഏതാണ്ട് 1.5 മില്യനേ ഉള്ളൂ. പിന്നെ ആഡംസിന് 4.5 മില്യൺ, ഏഡ്രിയൻ ആഡംസിനൊക്കെ പിന്നെ 1 മില്യൺ പോലും ആയിട്ടില്ല. ഇതാണ് സ്ഥിതി. നേരെ മറിച്ച് സ്കോട്ട് സ്പ്രിങ്ങർക്കും ബ്രാഡ് ലാൻഡർക്കും അവർക്കുണ്ട്. എങ്കിലും ജനപിന്തുണയും അതുപോലെ തന്നെ പണവും. ഇപ്പം അദ്ദേഹം മംദാനി ഈ TV-യിൽ കുവോമോയ്ക്ക് ഒക്കെ എതിരെ പരസ്യങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും ഇദ്ദേഹം വിജയിക്കുമോ എന്നുള്ളൊരു സാധ്യത നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ആര് വിജയിക്കും നമുക്ക് അങ്ങനെ ആരെയും തള്ളിക്കളയാനും പറ്റില്ല. എന്തായാലും പുതിയ ആശയങ്ങളും പുതിയ യുവത്വത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം. 33 വയസ്സേ ഉള്ളൂ. അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം പുതിയ ആശയങ്ങളും ഇപ്പം ലണ്ടൻ മേയർ സാദിഖ് ഖാൻ പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിമാണ്. ഇപ്പോൾ 9 വർഷമായി അദ്ദേഹം മേയറായിട്ട് തുടരുന്നു. അപ്പോൾ ലണ്ടൻ ന്യൂയോർക്ക് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം എന്ന് ലണ്ടനെ വിശേഷിപ്പിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് പോലും അവർ വിജയിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പക്ഷേ അദ്ദേഹം ലേബർ പാർട്ടിക്കാരനാണ്, അങ്ങനെ തീവ്ര ആശയക്കാരനൊന്നും അല്ല. പക്ഷേ ഇവിടെ ആ തീവ്ര ലെഫ്റ്റിസ്റ്റ് ആശയങ്ങളുമായിട്ടാണ് യാതൊരുവിധ അപ്പോളജിയൊന്നും പറയാതെ അപ്പോളജറ്റിക്കായിട്ട് അല്ലാതെ തന്നെ ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്നുള്ള ഉറച്ച വിശ്വാസങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഈ മത്സരം ഒന്ന് വീക്ഷിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് മഹമ്മൂദ് മാംദാനി കൊളംബിയയിലെ പ്രൊഫസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും ഉഗാണ്ടയിലായിരുന്നു. ഗുജറാത്തികളാണ്. അവിടുന്ന് ഉഗാണ്ടയ്ക്ക് പോയി. ഉഗാണ്ടയിൽ നിന്ന് നമ്മുടെ ഈ ഇദി അമീൻ ഇന്ത്യക്കാരെ ഓടിച്ചപ്പം, പ്രത്യേകിച്ച് ഗുജറാത്തികളെ ഓടിച്ചപ്പം അവർ ന്യൂയോർക്കിൽ വന്നതാണ്. അപ്പോൾ അന്ന് അവിടെ ഉഗാണ്ടയിലാണ് സൊഹ്റാൻ മാംദാനി ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മിഡിൽ നെയിം ക്വാമ എന്തോ ആണ്. അത് അന്നത്തെ ഒരു അവിടുത്തെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എൻഗ്രൂമ. അന്ന് നമ്മളൊക്കെ പ്രായമുള്ളവർക്കറിയാം എൻഗ്രൂമ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ളൊരു പേരാണ്. അദ്ദേഹത്തിൻ്റെ മിഡിൽ നെയിമോ മറ്റോ ആയിരുന്നു. ആ പേരാണ് അദ്ദേഹത്തിൻ്റെ മിഡിൽ നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ മത്സരം നമ്മളൊന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇദ്ദേഹം വിജയിച്ചില്ലെങ്കിൽ കൂടി ദേശീയ തലത്തിൽ ഈ മത്സരത്തിന് വലിയ പ്രാധാന്യം വന്നിരിക്കുന്നു. ആളുകളെല്ലാം 2 തട്ടിലായിട്ട് നിലകൊള്ളുന്നു. പ്രത്യേകിച്ച് ഈ നിക്ഷിപ്ത താല്പര്യക്കാരെല്ലാം ഇദ്ദേഹത്തിനെതിരെ അണിനിരന്നിരിക്കുന്നു. സാധാരണക്കാരെല്ലാം ഇദ്ദേഹത്തിൻ്റെ പിന്നിലും അണിനിരന്നിരിക്കുന്നു. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാവുന്ന ഒരു മത്സരമാണിത്.